നമസ്കാരം. ചലഞ്ചർ ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അസ്ഥി വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അസ്ഥി വ്യവസ്ഥയുടെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ, ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും സസ്യചലനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ സസ്യചലനങ്ങൾ, പിന്നെ അസ്ഥി വ്യവസ്ഥയുടെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സസ്യങ്ങൾ ചലിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ചലിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മൂവ് ചെയ്യല്ല, അവരുടെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ചലിക്കുന്നുണ്ട്. അപ്പൊ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സസ്യങ്ങൾ ചലിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആ ഉദ്ദീപനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? പ്രകാശം, ലൈറ്റ്. ഓക്കെ, പ്രകാശം, അതുപോലെ ഭൂഗുരുത്വം, ഗ്രാവിറ്റേഷൻ. നെക്സ്റ്റ് ജലം, വാട്ടർ. സ്പർശം, ടച്ച്. അതുപോലെ തന്നെ രാസവസ്തുക്കൾ, കെമിക്കൽ സബ്സ്റ്റൻസസ്. അപ്പൊ ഇത്തരത്തിലുള്ള പല സ്റ്റിമുലസും രാസവസ്തുക്കൾ, നമ്മുടെ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, സസ്യങ്ങൾ ചലിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് സസ്യങ്ങൾ ചലനത്തിന് കാരണമാകുന്ന ഉദ്ദീപനങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പ്രകാശം, സ്പർശം, ഭൂഗുരുത്വം നമ്മുടെ ഗ്രാവിറ്റേഷൻ ആണ് കേട്ടോ. പിന്നെന്താണ്? രാസവസ്തുക്കൾ, ജലം. ഇതൊക്കെ എന്താണ്? ഉദ്ദീപനങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക ചലനങ്ങൾ അല്ലെങ്കിൽ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉദ്ദീപന ദിശ, നമ്മുടെ ഈ ഒരു ഉദ്ദീപനം വരുമ്പോ, അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റോ അല്ലെങ്കിൽ എന്താണ് മറ്റ് വാട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്ദീപനം വരുമ്പം ആ ഒരു ഉദ്ദീപന ദിശയും അവിടെ ചലനവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചലനങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രോപ്പിക ചലനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ചില ചലനങ്ങളുണ്ട്, എന്താണ്? ചില സസ്യചലനങ്ങൾ എന്താണ്? ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ഒരു ബന്ധവും കാണില്ല. അത്തരത്തിലുള്ള ചലനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? നാസ്റ്റിക ചലനങ്ങൾ അല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ആ നാസ്റ്റിക മൂവ്മെന്റ്സിന് എക്സാമ്പിൾ ആണ് തൊട്ടാവാടി. നമ്മളിപ്പം തൊട്ടാവാടിനെ പോയി തൊടുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ടച്ച് എന്ന് പറയുന്ന ഒരു ഉദ്ദീപനമാണ് അവിടെ വരുന്നത് അല്ലെ? സ്പർശനം എന്ന് പറയുന്ന ഒരു ഉദ്ദീപനമാണ് അവിടെ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? അങ്ങ് വാടിപ്പോകുന്നു. അപ്പൊ അത് വാടുമ്പോൾ നമ്മൾ തൊടുന്ന അതേ ഡയറക്ഷനിലാണോ അത് പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ നമ്മൾ തൊടുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ അത് പോവുള്ളൂ? അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു ദിശയിലായിരിക്കും അത് വാടിപ്പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ തൊടുന്ന സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അങ്ങനെ ഒരു ബന്ധമില്ലാതെ അതിന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും അത് പോകുന്നത് അല്ലെ? അപ്പം അത്തരത്തിലുള്ള നമ്മുടെ ഈ ഒരു ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാസ്റ്റിക മൂവ്മെന്റ്സ്. അങ്ങനെയാണെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ ട്രോപ്പിക മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ട്രോപ്പിക ചലനം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ട്രോപ്പിക ചലനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ട്രോപ്പിക ചലനം. ട്രോപ്പിക ചലനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ്, ആ ഒരു ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ സെയിം ഡയറക്ഷനിലേക്കായിരിക്കും ആ ഒരു ചലനം ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു ബന്ധമുണ്ട് അല്ലെ? ഒന്ന് ഓപ്പോസിറ്റ് പോകുന്നു അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ പോകുന്നു. അപ്പൊ എന്താണ്? അവിടെ ഒരു ബന്ധമുണ്ട് ആണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ചലനങ്ങളാണ് ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ട്രോപ്പിക് മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നമ്മൾ പറയുന്നത് പ്രകാശ ട്രോപ്പിക ചലനമാണ്. ഏതാണ്? പ്രകാശ ട്രോപ്പിക ചലനം. പ്രകാശ ട്രോപ്പിക ചലനത്തില് ഏതാണ് ഉദ്ദീപനം എന്ന് ചോദിക്കുന്നെങ്കിൽ ഏതാണ്? പ്രകാശമാണ് ഉദ്ദീപനം. ഓക്കെ, അപ്പം പ്രകാശം ഉദ്ദീപനമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ചലനത്തിനെ നമ്മൾ പ്രകാശ ട്രോപ്പിക ചലനം, ഇംഗ്ലീഷിൽ എന്താണ്? ഫോട്ടോട്രോപ്പിക് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ലൈറ്റ് അല്ലേ? ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ്. അപ്പൊ എന്താണ്? പ്രകാശമാണ്. അപ്പം ഫോട്ടോട്രോപ്പിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പ്രകാശ ട്രോപ്പിക ചലനം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രകാശ ട്രോപ്പിക ചലനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ പ്രകാശമാണ് ഉദ്ദീപനം അല്ലെ? അപ്പൊ നോക്കിക്കേ, ഈ ഒരു പ്രകാശം വരുന്നു. ഒരു ചെടീനെ നമ്മൾ എന്താണ്, ഒരു ജനലിന്റെ സൈഡിൽ എങ്ങാനും എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ പുറത്തുനിന്ന് സൂര്യപ്രകാശം ഉണ്ടാവും. അപ്പം ആ ഒരു ചെടി എങ്ങോട്ടേക്കായിരിക്കും വളരുന്നത്? നമുക്കറിയാം, പ്രകാശം ഏത് ദിശയിലേക്കാണോ അങ്ങോട്ടേക്കായിരിക്കും അതിന്റെ കാണ്ഡം വളരുന്നത് ആണല്ലോ. അപ്പം അതിന്റെ കാണ്ഡം അല്ലെങ്കിൽ സ്റ്റെം എന്ന് പറയുന്നത് ആ ഒരു പ്രകാശത്തിന് നേരെയായിരിക്കും പോകുന്നത് ആണേ. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രകാശ ട്രോപ്പിക ചലനത്തിന് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേര് അതിന്റെ ആ ഒരു സൈഡിലായിരിക്കും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം പ്രകാശ ട്രോപ്പിക ചലനത്തിലെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പഠിക്കണം. ഒന്ന് വേരിന്റെ കണ്ടീഷനും അതുപോലെ സ്റ്റെം, കാണ്ഡത്തിന്റെ കണ്ടീഷനുമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കൂ, പ്രകാശ ട്രോപ്പിക ചലനത്തില് കാണ്ഡം എങ്ങനെയാണ്? പ്രകാശത്തിന് നേരെയാണ് വളരുന്നത് അല്ലെ? നമുക്കത് ജസ്റ്റ് നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മളൊരു ചെടീനെ ഇങ്ങനെ വെക്കുമ്പോൾ ആ കാണ്ഡം അല്ലെങ്കിൽ ആ സ്റ്റെം എന്ന് പറയുന്നത് പ്രകാശത്തിന് അതേ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും വളരുന്നത്. അപ്പം പ്രകാശത്തിന് നേരെയാണ് നമ്മുടെ സ്റ്റെം വളരുന്നത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ വേര് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, വേരെന്ന് പറയുമ്പോൾ എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കാണ് വേര് പോകുന്നത്. അപ്പൊ അതാണ് ഇത് പ്രകാശ ട്രോപിക ചലനം. അപ്പം വേര് പ്രകാശത്തിന്റെ എതിർ ദിശയിൽ വളരുന്നു, കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ജലട്രോപിക ചലനം പഠിക്കാം. ഓക്കെ, ജലട്രോപിക ചലനം എന്ന് പറയുമ്പം അവിടെ എന്താണ്, സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത് ജലമാണ്. ഇംഗ്ലീഷിൽ ഹൈഡ്രോ എന്ന് പറയട്ടെ, ഹൈഡ്രോട്രോപിക് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഹൈഡ്രോട്രോപിക് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ജലം. അപ്പം ജലത്തിൽ നമുക്കറിയാം, ഏതെങ്കിലും ജലത്തിന്റെ ഒരു സോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ വേരെപ്പോഴും എങ്ങോട്ടായിരിക്കും, ജലത്തിന്റെ ആ ഒരു അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ജലത്തിന്റെ ആ ഒരു സൈഡിലേക്കായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, വേരുകൾ എന്താ, ജലത്തിനടുത്തേക്കാണ് വേരുകൾ വളരുന്നത്. ഓക്കെ, അപ്പം വേരുകൾ എന്താ ചെയ്യുന്നത്, ജലത്തിന് നേരെയാണ് വളരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെം എന്താണ്, ജലത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ജലത്തിന്റെ ഓപ്പോസിറ്റ്, കാണ്ഡം ജലത്തിന്റെ എതിർ ദിശയിലേക്കാണ് വളരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫോട്ടോട്രോപിക് മൂവ്മെന്റ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, ജലട്രോപിക മൂവ്മെന്റ്സിൽ വേരിന്റെയും അതുപോലെ തന്നെ കാണ്ഡത്തിന്റെയും പ്രത്യേകതകൾ. ഓക്കെ, അപ്പൊ ജലട്രോപിക ചലനത്തില് കാണ്ഡമാണ് എന്ത് ചെയ്യുന്നത്, എതിർ ദിശയിൽ വളരുന്നത്. എന്നാൽ ഫോട്ടോട്രോപിക് മൂവ്മെന്റ്സിൽ കാണ്ഡം സെയിം ഡയറക്ഷനിലായിരുന്നു. ജലട്രോപിക ചലനത്തില് വേരുകൾ എന്ത് ചെയ്യുന്നു, അതിന്റെ സെയിം ഡയറക്ഷനിലേക്കാണ് വളരുന്നത്. എന്നാൽ പ്രകാശട്രോപിക ചലനത്തില് വേരുകൾ എന്താ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും വളരുന്നത്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പറയാം, സ്പർശക ട്രോപിക ചലനം. ഹാപ്റ്റോട്രോപിക് മൂവ്മെന്റ്സ് ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ ഹാപ്റ്റോ എന്നാണ് പറയാ, ഹാപ്റ്റോട്രോപിക് മൂവ്മെന്റ്സ്. ഓക്കെ, ഹാപ്റ്റോട്രോപിക് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഹാപ്റ്റോട്രോപിക് മൂവ്മെന്റ്സിൽ നമ്മുടെ ഉദ്ദീപനം എന്ന് പറയുന്നത് ടച്ച് ആണ് കേട്ടോ, സ്പർശനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദീപനം എന്ന് പറയുന്നത്. നമുക്കറിയാം, വള്ളിച്ചെടികൾ താങ്ങിൽ ചുറ്റിയാണ് വളരുന്നത്. നമ്മൾ കുറെ കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും താങ്ങൊക്കെ നമ്മൾ താങ്ങ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ വള്ളിച്ചെടികൾ എന്ത് ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് ആണോ വളരുന്നത്? അല്ല, അവരുടെ താങ്ങിൽ ചുറ്റിയാണ് വളരുന്നത്. അപ്പൊ അതെന്താണ്, അതിന്റെ ഒരു സ്പർശക ട്രോപിക് ചലനമാണെങ്കിൽ ഹാപ്റ്റോട്രോപിക് മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പം അതിനും ഒരു ബന്ധമുണ്ട് ആണല്ലോ. അടുത്ത നമുക്ക് നോക്കാം, ഭൂഗുരുത്വ ട്രോപിക ചലനം. ഭൂഗുരുത്വ ട്രോപിക ചലനം എന്ന് പറയുമ്പം ഇവിടെ ഏതാണ് ഇവയുടെ ഉദ്ദീപനം, സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഭൂഗുരുത്വമാണ് കേട്ടോ, ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഗ്രാവിറ്റി ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടേക്കാണ്, താഴേക്കാണ് പോകുന്നത് ആണ്. നമ്മളൊരു പെന്നിടുമ്പോ എങ്ങോട്ടേക്കാണ്, താഴേക്ക് പെന്ന് വീഴുന്നു, മേലോട്ടാണോ പോകുന്നത്? അല്ല. അപ്പൊ എന്താണ്, താഴേക്കാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോ നമ്മുടെ ഒരു ചെടി വളരുകയാണ്. ചെടി വളരുമ്പോ അതിന്റെ സ്റ്റെം എങ്ങോട്ടാണ് വളരുന്നത്, മേലേക്കാണ് സ്റ്റെം വളരുന്നത്. അപ്പൊ നമുക്കറിയാം, ഭൂഗുരുത്വം താഴേക്കാണ്, അപ്പോ സ്റ്റെം എന്ന് പറയുന്നത് മേലേക്കാണ് വളരുന്നത്. അപ്പൊ എന്താണ്, ഭൂഗുരുത്വത്തിന് എതിരായിട്ടാണ് ആര് വളരുന്നത്, സ്റ്റെം വളരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ കാണ്ഡം എന്താണ്, ഭൂഗുരുത്വത്തിന്, ഗ്രാവിറ്റേഷന് എതിരാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേരിന്റെ കാര്യം നോക്കിക്കേ, നമ്മുടെ റൂട്ടിന്റെ കാര്യം എന്താണ്, ഭൂഗുരുത്വം താഴേക്കാണെന്ന് നമുക്കറിയാം. അപ്പൊ താഴേക്ക് തന്നെയാണ് നമ്മുടെ ആര് പോകുന്നത്, വേര്, റൂട്ട് പോകുന്നത്. അപ്പോ റൂട്ട് ആണെങ്കിൽ ഭൂഗുരുത്വത്തിന് നേരെയും സ്റ്റെം ആണെങ്കിൽ ഭൂഗുരുത്വത്തിന് എതിരെയുമാണ്, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം അതിന്റെ കാര്യം മനസ്സിലായല്ലോ. ഭൂഗുരുത്വ ട്രോപിക ചലനം എന്താണെന്ന് മനസ്സിലായല്ലോ. വേരുകൾ നോക്കിക്കേ, ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നു, കാണ്ഡം ഭൂഗുരുത്വത്തിന് എതിരായിട്ടാണ് വളരുന്നത്. ഓക്കെ, നെക്സ്റ്റ് രാസട്രോപിക ചലനം അല്ലെങ്കിൽ കെമിക്കൽ മൂവ്മെന്റ്സ് ആണ് കേട്ടോ, കെമിക്കൽ ട്രോപിക് മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കീമോട്രോപിക് മൂവ്മെന്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, കെമിക്കൽസ് ആണെങ്കിൽ കീമോ എന്ന് പറയും, കീമോട്രോപിക് മൂവ്മെന്റ്സ്. അപ്പൊ ഇതില് നമ്മുടെ പ്ലാന്റ്സിന്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അണ്ടാശയം, അതിന്റെ ഓവറി ഉണ്ടല്ലോ, ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ടാശയത്തിലേക്ക് വളരാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മൾ ഈ ഒരു റീപ്രൊഡക്ഷൻ ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അണ്ടാശയം എന്ത് ചെയ്യുന്നുണ്ട്, ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഉൽപ്പാദിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ പോളൻ ട്യൂബ്, പരാഗനാളി എങ്ങോട്ടാണ് വരുന്നത്, പരാഗണത്തിന് ശേഷം പരാഗനാളി എങ്ങോട്ടേക്ക് വളരുന്നു, നമ്മുടെ അണ്ടാശയത്തിലേക്ക് വളരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ എന്താണ്, പരാഗണത്തിന് ശേഷം നമ്മുടെ പരാഗനാളി ഉണ്ടാവുകയും ആ ഒരു പരാഗനാളി എങ്ങോട്ട് വളരുന്നു, നമ്മുടെ അണ്ടാശയം, ഓവറിയിലേക്ക് വളരുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വളരാൻ കാരണം എന്ത് ചെയ്യുന്നു, നമ്മുടെ അണ്ടാശയം കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ്, രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പരാഗനാളി നേരെ എങ്ങോട്ടേക്ക് വരുന്നത്, അണ്ടാശയത്തിലേക്ക്
അണ്ടാശയത്തിലേക്ക് വരുന്നത്. ഈ അണ്ടാശയത്തിൽ ആരുണ്ട്? അണ്ഡമുണ്ട്. അപ്പം നമ്മുടെ എന്താണ് ഈ ഒരു പരാഗനാളിയിൽ നിന്നും പുംബീജങ്ങൾ ഉണ്ടാവുന്ന പുംബീജം എന്ത് ചെയ്യുന്നു? അണ്ടാശയത്തിലേക്ക് വന്ന് അണ്ടാശയത്തിലുള്ള അണ്ഡവുമായിട്ട് ജോയിൻ ചെയ്തിട്ട് സിക്താണ്ഡമായിട്ട് മാറുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ കീമോട്രോപിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ രാസട്രോപിക് ചലനത്തിന് ഒരു ഉദാഹരണമാണ് എന്താണ്? അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ പരാഗനാളി എങ്ങോട്ടേക്ക് വളരുന്നു? അണ്ടാശയത്തിലേക്ക് വളരാൻ സഹായിക്കുന്നതൊക്കെ ഈ ഒരു രാസട്രോപിക ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 5 തരത്തിലുള്ള ട്രോപിക മൂവ്മെന്റ്സ്, ട്രോപിക ചലനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്രകാശ ട്രോപിക ചലനം, ഭൂഗുരുത്വ ട്രോപിക ചലനം, അതുപോലെ തന്നെ സ്പർശക ട്രോപിക ചലനം, ജല ട്രോപിക ചലനം, പിന്നെന്താണ്? രാസട്രോപിക ചലനം. ഇംഗ്ലീഷ് എന്താണ്? പ്രകാശ ട്രോപിക ചലനത്തിന് നമ്മൾ ഫോട്ടോട്രോപിക് മൂവ്മെന്റ്സ് എന്നാണ് പറഞ്ഞു കേട്ടോ. ഫോട്ടോട്രോപിക് മൂവ്മെന്റ്സ്. പിന്നെ ഭൂഗുരുത്വ ട്രോപിക ചലനത്തിന് ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞു. ജല ട്രോപിക ചലനത്തിനാണ് ഹൈഡ്രോട്രോപ്പിസം ആണ് കേട്ടോ. ഹൈഡ്രോ എന്നാണ് കേട്ടോ. ഹൈഡ്രോട്രോപ്പിസം അല്ലെങ്കിൽ ഹൈഡ്രോട്രോപിക് മൂവ്മെന്റ്സ്. അടുത്തത് സ്പർശക ട്രോപിക ചലനത്തിന് ഹാപ്റ്റോട്രോപിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ്? ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറയുന്നു. നെക്സ്റ്റ് എന്താണ്? കെമിക്കൽസ് ആണെങ്കിൽ കീമോട്രോപ്പിസം. അപ്പൊ എന്താണ്? ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം, കീമോട്രോപ്പിസം. ഇങ്ങനെ 5 തരത്തിലുള്ള സസ്യചലനങ്ങൾ അല്ലെങ്കിൽ ട്രോപിക് മൂവ്മെന്റ്സ് ആണ് പ്ലാന്റ്സിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം പ്രകാശ ട്രോപിക ചലനം. അതിനകത്ത് ഉദ്ദീപനം ഏതാണ്? പ്രകാശമാണ് ഉദ്ദീപനം എന്ന് പറയുന്നത് അല്ലെ. അതില് ചലിക്കുന്ന ഭാഗം നോക്കിക്കേ, കാണ്ഡമാണെങ്കിൽ ഉദ്ദീപന ദിശയ്ക്ക് എങ്ങനെയാണ്? പ്രകാശ ട്രോപിക ചലനമാണെങ്കിൽ കാണ്ഡം ഉദ്ദീപനത്തിന് നേരെയാണ് വളരുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വേരുകളാണെങ്കിലോ ഉദ്ദീപനത്തിന് എതിരായിട്ടായിരിക്കും പ്രകാശ ട്രോപിക ചലനത്തിൽ വളരുന്നത്. ഓക്കെ, അടുത്തത് ഭൂഗുരുത്വ ട്രോപിക ചലനം. അവിടെ നമ്മൾ പറഞ്ഞു ഉദ്ദീപനം എന്ന് പറയുന്നത് ഭൂഗുരുത്വമാണ്, ഗ്രാവിറ്റിയാണ്. ഇവിടെ കാണ്ഡം എന്താണ്? കാണ്ഡം എങ്ങോട്ടാണ്? ഭൂഗുരുത്വത്തിന് എതിരായിട്ടാണ് കാണ്ഡം വളരുന്നത്. അങ്ങനെയാണെങ്കിൽ വേരുകളോ ഉദ്ദീപന ദിശയ്ക്ക് നേരെയാണ് വേരുകൾ വളരുന്നത് ആണല്ലോ. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. നെക്സ്റ്റ് ജലട്രോപിക ചലനം അല്ലെങ്കിൽ ഹൈഡ്രോട്രോപ്പിസം ആണ് കേട്ടോ. അവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മുടെ ജലമാണ്. അവിടെ കാണ്ഡം എന്താ ചെയ്യുന്നത്? ഭൂഗുരുത്വ നമ്മുടെ ജലത്തിന് എതിരെയായിട്ടാണ് കാണ്ഡം സ്റ്റെമ്മ് വളരുന്നത്. എന്നാൽ വേരുകളാണെങ്കിലോ ആ ജലം എവിടെയാണോ അതിന് നേരെയാണ് നമ്മുടെ ഏത് വളരുന്നത്? നമ്മുടെ വേരുകൾ വളരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പർശക ട്രോപിക ചലനം ഹാപ്റ്റോട്രോപ്പിസം. ഇവിടെ സ്പർശനം അല്ലെങ്കിൽ ടച്ച് ആണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇവിടെ കാണ്ഡം എന്താ ചെയ്യുന്നത്? ഉദ്ദീപനം ഉണ്ടാക്കുന്ന വസ്തുവിന് നേർക്കോ അതിന് ചുറ്റിയോ ആണ് വളരുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു താങ്ങിൽ ചുറ്റിയാണ് വളരുന്നത്, അല്ലെങ്കിൽ അതിന് നേരെ വളരുന്നു, അല്ലെങ്കിൽ അതിന് ചുറ്റിയാണ് വളരുന്നത്. ഇനി രാസട്രോപിക ചലനം ഹീമോട്രോപ്പിസം. കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, രാസവസ്തുക്കളാണ് എന്താണ് അവിടെ എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? പരാഗനാളിയാണല്ലേ. അവിടെ നമ്മൾ വേരിന്റെയും റൂട്ടിന്റെയും കാര്യങ്ങളല്ല പറഞ്ഞത്, പരാഗനാളി പോളൻ ട്യൂബിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ പരാഗനാളി എന്താ ചെയ്യുന്നത്? രാസവസ്തുക്കളെ സാന്നിധ്യമുള്ള ഭാഗത്തേക്ക് പോകുന്നു. അപ്പൊ രാസവസ്തുക്കൾ എവിടെയായിരുന്നു? അണ്ടാശയമാണ് രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചത്. അപ്പൊ അണ്ടാശയം ഉൽപ്പാദിപ്പിച്ചത് കൊണ്ട് രാസവസ്തുക്കളുടെ സാന്നിധ്യം എങ്ങോട്ടാണോ ഉള്ളത് ആ ഭാഗത്തേക്കാണ് പരാഗനാളി വളരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സസ്യചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ SCERT-യിലുള്ള ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൂടെ പറയാന്ന് വിചാരിക്കുന്നു. ചലനവും സഞ്ചാരവും. അപ്പൊ എന്താണ് ചലനം, എന്താണ് സഞ്ചാരം, അല്ലെങ്കിൽ ചലനവും സഞ്ചാരവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് ചലനം എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചലനം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ കൈ ഇവിടെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് എന്റെ കൈയുടെ വിരലുകൾ ഇങ്ങനെ അനക്കുകയാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ചലനമാണ്, മൂവ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ചലനത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മൂവ്മെന്റ് എന്നാണ് പറയുക. ഓക്കെ, മൂവ്മെന്റ്. അപ്പം ചലനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ചലിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ മാത്രം ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് ചലനം അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയും. പക്ഷേ നമ്മൾ ശരീരം മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു? സ്ഥാനാന്തരം സംഭവിക്കുകയാണ്, സ്ഥാനം മാറുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ പറയുന്നതാണ് സഞ്ചാരം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയാ? ലോക്കോമോഷൻ എന്നാണ് കേട്ടോ പറയാ. ലോക്കോമോഷൻ. ഓക്കെ, ലോക്കോമോഷൻ. അപ്പൊ ലോക്കോമോഷൻ എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു സ്ഥലം തന്നെ മാറുന്നു. മറ്റേത് ഒരു പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഇവിടെ എന്താണ്? ലൊക്കേഷൻ തന്നെ മാറുന്നു. അപ്പൊ ലൊക്കേഷൻ മാറുമ്പോൾ നമ്മുടെ ചലനം, സഞ്ചാരം എന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെ കാരണങ്ങളുണ്ട്? നമ്മളിപ്പോ ഓടുമ്പം എന്താണ്? നമ്മൾ നിന്ന പൊസിഷനിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം ഓട്ടം
നമ്മൾ എന്ത് ചെയ്യുന്നു, ലൊക്കോമോഷന് കാരണമാകുന്നു. അതുപോലെ നടക്കുന്നു, സ്വിം ചെയ്യുന്നു, നീന്തുന്നു, ചാടുന്നു, അതുപോലെ എന്താണ് ഇത്തരത്തിലുള്ള പറക്കുന്നു, ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും എന്താണ്, നമ്മുടെ സഞ്ചാരമാണ് അല്ലെ, സഞ്ചാരമാണ്. ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എന്താണ് ശരീരം മൊത്തത്തിൽ സ്ഥാനാന്തരം സംഭവിക്കുകയാണ്. അപ്പൊ അതാണ് ചലനവും സഞ്ചാരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, മൂവ്മെന്റും ലോക്കോമോഷനും. ഓക്കെ, ഇനി നമുക്ക് ചലനങ്ങൾ 2 തരത്തിലുള്ള ചലനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചലനങ്ങളും ഉണ്ട്, നമ്മുടെ ഇഷ്ടം അനുസരിക്കാതെയുള്ള ചലനങ്ങളും ഉണ്ട്. ഇഷ്ടാനുസരണമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ നടക്കുന്ന ചലനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഇഷ്ടത്തിന് നിയന്ത്രിക്കാവുന്നതും ഉണ്ട്, നമ്മുടെ ഇഷ്ടത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ചലനങ്ങളും ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ചലനങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, ഐച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഐച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോളണ്ടറി മൂവ്മെന്റ്സ് കേട്ടോ. അപ്പം അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഏതൊക്കെ നമുക്ക് പറയാം. നമ്മുടെ കൈകളുടെ ചലനം, കാലുകളുടെ ചലനം, അതുപോലെ തന്നെ നാക്കിന്റെ ചലനം, ഇങ്ങനെയുള്ള ചലനങ്ങളൊക്കെ നമുക്കിപ്പോ കൈ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ എന്താണ് അനക്കണമെങ്കിൽ അല്ലെങ്കിൽ ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് പറ്റും. നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ പറ്റുന്ന ചലനങ്ങളെയാണ് ഇതെന്ന് പറയുന്നത് ഐച്ഛിക ചലനങ്ങൾ, ഇംഗ്ലീഷിൽ വോളണ്ടറി മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അനൈച്ഛിക ചലനങ്ങൾ, ഇൻവോളണ്ടറി മൂവ്മെന്റ്സിന് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ കഴിയാത്ത ചലനങ്ങളാണ്. നമ്മളിപ്പോ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ പറയാം കുറച്ചു നേരം അവിടെ നിൽക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ പറ്റുമോ, ഇല്ല. അപ്പൊ എന്താണ്, നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലേ, നമ്മുടെ നിയന്ത്രണം ഇല്ലാതെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൾസ് റേറ്റ്, അതുപോലെ എന്താണ് നമ്മുടെ പെരിസ്റ്റാൾസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലേക്ക്, നമ്മുടെ അന്നനാളത്തിലൂടെയുള്ള നമ്മുടെ ഫുഡിന്റെ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് അല്ലെ, തരംഗ രൂപത്തിലുള്ള ആഹാരത്തിന്റെ ചലനമാണ് നമ്മുടെ അന്നനാളത്തിലൂടെയുള്ള ചലനം. അപ്പൊ അതൊക്കെ നമ്മുടെ ഫുഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവിടെ കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്തോ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചാൽ പറ്റുമോ? അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിലാണോ അതൊക്കെ? അല്ല. അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെയുള്ള ചലനങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചലനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അനൈച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ഹൃദയസ്പന്ദനം, പൾസ് ചലനം, അതുപോലെ തന്നെ പെരിസ്റ്റാൾസിസ്, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, നമ്മുടെ അനൈച്ഛിക ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി കുറച്ച് ജീവജാലങ്ങളുണ്ട്, അവയുടെ സഞ്ചാരവുമായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് കേട്ടോ, നമ്മൾ SCERT ഉള്ളതാണ്. ഓക്കെ, ആർട്ടിക് ടേൺ എന്ന് പറയുന്നത് ഒരു ബേർഡ് ആണ്. ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കും അവിടെ നിന്നും തിരിച്ചും വർഷം തോറും വരുന്ന സഞ്ചാരപ്രിയനാണ് കേട്ടോ. അപ്പൊ എന്താണ് ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ ഒരു മൈഗ്രേറ്ററി ബേർഡ് ആണ് കേട്ടോ, സഞ്ചാര പ്രിയനാണ് ആര്, നമ്മുടെ ആർട്ടിക് ടേൺ. എവിടെ നിന്നാണ്, ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തേക്കും തിരിച്ചും, നമ്മുടെ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കും സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്കും എല്ലാ വർഷം തോറും എന്താണ് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ബേർഡ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക് ടേൺ. അപ്പം ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ ഒരു മൈഗ്രേഷൻ ആണ്. എന്തിനാണ്, നോർത്ത് പോൾ ടു സൗത്ത് പോളും സൗത്ത് പോൾ ടു നോർത്ത് പോളുമാണ് പോകുന്നതെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് മൊണാർക്ക് ശലഭം എന്ന് പറഞ്ഞാൽ എന്താണ്, ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പായുസുള്ള മനോഹരമായ ഒരു ചിത്രശലഭം. അപ്പം നമ്മുടെ മൊണാർക്ക് ശലഭം എന്താണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. ഇതെന്താണ്, മൈഗ്രേഷൻ ആണ് കേട്ടോ. അവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്താണ്, മൈഗ്രേഷൻ ആണ്. ഇവരെന്താണ് എപ്പോഴും, പക്ഷെ അവരുടെ വളരെ ഷോർട്ട് ലീവ്ഡ് ആണ് കേട്ടോ, കുറച്ചു നാൾ മാത്രമാണ് അവർക്ക് ആയുസുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. എന്താണ്, അവരുടെ ദേശാന്തര ഗമനത്തിനനുസരിച്ച് മൈഗ്രേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ ഈ ഒരു ലൈഫ്. ഓക്കെ, അടുത്തത് ഹംബാക്ക് വെയിൽ അല്ലെങ്കിൽ ഹംബാക്ക് തിമിംഗലം. എന്താണ്, ഇവരെ നോക്കിക്കേ, ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ എന്ത് ചെയ്യുന്നു, സ്ഥിരമായി സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തനിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹംബാക്ക് തിമിംഗലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഹംബാക്ക് തിമിംഗലം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ജൈന്റ് ആയിട്ടുള്ള ഒരു വെയിലാണ്. ഇതെന്താണ്, 5000 കിലോമീറ്റർ വരെ എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടിയിട്ട്, ഫുഡിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മേറ്റിങ്ങിനും റീപ്രൊഡക്ഷനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഫുഡിനും റീപ്രൊഡക്ഷനും വേണ്ടിയിട്ട് എന്നും ഒരു 5000 കിലോമീറ്റർ വരെ എന്താണ് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു ജൈന്റ് ആയിട്ടുള്ള ഒരു പടുകൂറ്റൻ സസ്തനിയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഹംബാക്ക് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക് ടേണിന്റെ കാര്യം, നോർത്ത് പോൾ ടു സൗത്ത് പോളിന്റെ കാര്യം ഓർക്കുക. മൊണാർക്ക് ശലഭം എന്താണ്, മൈഗ്രേഷൻ ഓർക്കുക. എന്താണ്, വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. ഓക്കെ, ഹംബാക്ക് തിമിംഗലം എന്താണ്, നമ്മുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്, പ്രജനനത്തിന് വേണ്ടിയിട്ടും ഫുഡിന് വേണ്ടിയിട്ടുമാണ് 5000 കിലോമീറ്റേഴ്സോളം എന്താണ് മൈഗ്രേഷൻ നടത്തുന്ന ആണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ന് പറയുന്നത് നമ്മുടെ ചലനവും ആയിട്ട് ബന്ധപ്പെട്ട കുറെ ഭാഗങ്ങൾ, നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അസ്ഥി വ്യവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. അസ്ഥി വ്യവസ്ഥയും അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ചലനങ്ങൾ പറഞ്ഞു, പലതരത്തിലുള്ള ചലനങ്ങൾ പറഞ്ഞു, പിന്നെ സസ്യ ചലനങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് അസ്ഥി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇത്രയും അപ്പൊ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ LPUP സിലബസിനകത്തൊന്നും ഇല്ല. എന്നിരുന്നാലും എന്താണ്, നമുക്ക് അത് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.